CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹംപി ട്രിപ്പിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഹസാര രാമചന്ദ്ര ടെമ്പിളിനെ കുറിച്ചുള്ളതാണ്. ഹംപിയിലെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഹസാര രാമക്ഷേത്രം. ചെറുതാണെങ്കിലും ഇത് വളരെ അതിമനോഹരമായ രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജകീയ പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ഹംപിയിലെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളോ മറ്റോ കാണാൻ സാധിക്കുന്നതല്ല, അതെല്ലാം ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഈ ഒരു ക്ഷേത്രം വിജയനഗര രാജാക്കന്മാരുടെയും രാജകുടുംബത്തിൻ്റെയും സ്വകാര്യ ക്ഷേത്രമായിരുന്നു. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾവശങ്ങളിൽ രാമായണ ഇതിഹാസത്തിൻ്റെ കഥകൾ ചിത്രീകരിക്കുന്ന മനോഹരമായ അവശിഷ്ടങ്ങളും പാനലുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ശ്രീരാമന് വേണ്ടിയാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ്. ഇവിടെ പ്രത്യേക അവധി ദിവസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഇതിനകത്ത് നമുക്ക് കയറി കാണാം. പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇതിവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇവിടെ അനുവദനീയമാണ്. ഇവിടെ ചില ഏരിയയിൽ നമുക്ക് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലെന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ അനുവദനീയമാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനുള്ളിൽ ആരാധനാ മൂർത്തികളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ഇവിടുന്ന് വേറെ മ്യൂസിയത്തിലോട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചത് വിജയനഗര രാജാവായ ദേവരായ രണ്ടാമനാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ശ്രീകോവിൽ, പിന്നെ ഒരു തൂണുകളുള്ളൊരു ഹാള്, ഒരു അർദ്ധമണ്ഡപം, ഇവ മാത്രമായിരുന്നു ആദ്യം ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടുത്തെ ഈ ഒരു ഗാർഡനും പിന്നെ ഒരു പൂമുഖവും തൂണുകളൊക്കെ പിന്നെ രണ്ടാമത് പുതുക്കി പണിഞ്ഞപ്പോൾ പണിതാണ്. അതിനുശേഷം ഈ കാണുന്ന നമ്മൾ പോയത് ഈ കാണുന്ന ബഡാവിലിംഗ ക്ഷേത്രമാണ്. ഇതൊരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഹംപിയിലെ ഏറ്റവും വലിയ ഏകശില ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലാണ്. അത് കാണാൻ കഴിയും. ഇതൊരു 3 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ശിവലിംഗമാണ്. ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് വരാൻ കാരണം ഇവിടുത്തെ പ്രാദേശിക ഭാഷയിൽ ബദ്വ ലിംഗ എന്ന 2 വാക്കുകൾ ചേരുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് വരാൻ കാരണം. അതിൻ്റെ മീനിങ്സ് നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് ബദ്വ എന്നാൽ ദരിദ്രൻ എന്നും ലിംഗം ശിവനെ പ്രതിനിധീകരിക്കുന്നു എന്നും അർത്ഥമാക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗം ദരിദ്രയായ ഒരു കർഷക സ്ത്രീ സമർപ്പിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനാലാണ് ഈ ഒരു ക്ഷേത്രത്തിന് ബദാവിലിംഗ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനോട് ചേർത്ത് തന്നെ ഈ കാണുന്ന ലക്ഷ്മി നരസിംഹ ടെമ്പിളും കാണാൻ കഴിയും. ഈ ഒരു ലക്ഷ്മി നരസിംഹ ടെമ്പിളിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഇത് ഹംപിയിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഇതിൻ്റെ ഈ ലക്ഷ്മി നരസിംഹ ടെമ്പിളിനകത്തുള്ളത്. അത് 7 തലയുള്ള ശേഷ എന്ന ഭീമാകാരമായ പാമ്പിൻ്റെ ചുരുളിലാണ് നരസിംഹം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം അത്ര ഫേമസ്. ഇവിടെ ഡെയിലി പല ദിക്കിൽ നിന്നും ആരാധകർ വന്നു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് മലയവന്ത രഘുനാഥ ടെമ്പിളിലാണ്. ഈ ഒരു അമ്പലത്തെക്കുറിച്ച് പഴയകാല ഒരു കഥ നിലനിൽക്കുന്നുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും ഒരു മഴ സമയത്ത് അഭയം തേടുന്നതായിട്ട് മാലിവന്ത കുന്നിൻ്റെ ദിശയിലേക്ക് രാമൻ ഒരു അമ്പെയ്യുകയും മാലിവന്ത കുന്നിന് മുകളിലുള്ള പാറയിൽ ഒരു വിള്ളൽ ഉണ്ടായി. അതിൽ മഴ തീരുന്നതും വരെ രാമനും ലക്ഷ്മണനും ഇവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഹനുമാൻ്റെ സൈന്യത്തോടൊപ്പം ലങ്കയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു വലിയ പാറയുടെ മുൻവശത്ത് ദേവന്മാരുടെ പ്രതിരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. രാമനും ലക്ഷ്മണനും ഇരിക്കുന്ന ഒരു ഭാവവും സീതാദേവി അവരുടെ അരികിൽ നിൽക്കുകയും പിന്നെ ഹനുമാൻ മുട്ടുകുത്തി നിൽക്കുന്ന ഭാവവും, അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രതിമ അവിടെ ഈ ഒരു വലിയ പാറയുടെ പുറത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു പാവലിയൻ ഉണ്ട്. ഇവിടെ ഭക്തരൊക്കെ വന്ന് ഇരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആരാധന ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പവലിയനും അതിമനോഹരമായിട്ടാണ് ചെറിയ ചെറിയ തൂണുകൾ വെച്ച് അതിമനോഹരമായിട്ടാണ് ഈ ഒരു പവലിയൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും ആരാധന വരുന്ന സമയത്ത് ഭക്തർക്കൊക്കെ റെസ്റ്റ് എടുക്കാനും മറ്റും ഇവിടെ ഇരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ പോയ സമയത്ത് ഇവിടെ മറ്റുള്ളവരാരും ഇല്ലായിരുന്നു. ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഭക്തരൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു തണലിന് വേണ്ടിയൊക്കെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ വെളിയിലൊക്കെ കുറേ ചെയറൊക്കെ പാറയിൽ നിർമ്മിച്ച ഈ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇരിക്കാറുണ്ട്.
വലിയ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലെ പവലിയൻ്റെ മുൻവശമാണ്. പിന്നെ നമ്മളിവിടെ ഏത് ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ പോയാലും അവിടെയെല്ലാം അതിൻ്റെ ഒരു ചരിത്രം വിവരിക്കുന്ന ചില ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ എല്ലാ ക്ഷേത്രങ്ങളുടെ ആണെങ്കിലും അല്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുടെ ആണെങ്കിലും ചെറിയൊരു വിവരണം അവിടെ ആർക്കിടെക്ചർ വിഭാഗം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലുണ്ട്, കന്നഡയിലുണ്ട്, പിന്നെ ഇംഗ്ലീഷിലും അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണവും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് പതിച്ചിട്ടുണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. മുഴുവനായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊരു ചെറു വിവരണം ആ ഒരു സൈൻ ബോർഡിൽ കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു മാല്യവന്ത രഘുനാഥ ടെമ്പിൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഇതിനകത്ത് ഇവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ അതിനുശേഷം അവിടെ നിന്നിറങ്ങി പിന്നെ പോയത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. അത് ഭൂമിക്ക് അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. ഇതാണ് ആ ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം. ഇത് ഭൂമി നിരപ്പിൽ നിന്നും താഴ്ചയിലാണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത്. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഹംപി എന്ന് പറയുന്ന ഏരിയയും മിക്ക സ്ഥലങ്ങളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രൗഢദേവരായ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായ ദേവരായ രണ്ടാമൻ്റെ കീഴിലുള്ള നായകൻ ലക്കൻ ദണ്ഡേശനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് തറനിരപ്പിൽ നിന്നും നിരവധി മീറ്റർ താഴെയായിട്ടാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ സമയത്തും ഈ ഒരു ശ്രീകോവിലും ചുറ്റുഭാഗവും വെള്ളത്തിനടിയിലാണ്. അവിടെ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് വെള്ളം കുറവായിരുന്നു. പക്ഷേങ്കിൽ അതിനകത്തൊരു നന്ദി വിഗ്രഹമുണ്ട്. ആ നന്ദി വിഗ്രഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും ഒരു കനാൽ സംവിധാനമൊക്കെ കാണാം. അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്, എന്നാലും ഒരു കനാൽ സംവിധാനമൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തതിൻ്റെ വരെയാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ നടക്കാൻ കഴിയുന്നത്. ഈ വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ എല്ലാം വെള്ളം കയറും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വരണ്ട് കിടക്കുമായിരുന്നു. അതിൻ്റെ പേര് നമുക്കവിടെ കയറാൻ പറ്റില്ല. നമുക്ക് തറ കണ്ടാൽ അറിയാം. ഒരു പായലൊക്കെ പിടിച്ച് വെള്ളമൊക്കെ പറ്റി പായൽ പിടിച്ചൊക്കെ കിടക്കുകയാണ് അവിടെ എല്ലാം. പിന്നെ ഈ ഒരു മെയിൻ ക്ഷേത്രത്തിന് സമീപമായിട്ട് ശിവൻ്റെ പത്നിക്കായ ഒരു ചെറിയ ക്ഷേത്രവും പണിതിട്ടുണ്ട്. ഞാൻ എടുത്ത വീഡിയോ വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. പക്ഷേ അതൊരു മുഷിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കിയാണ് നമ്മൾ വീഡിയോ പല എപ്പിസോഡുകളായിട്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞു തരുന്നല്ലോ, ഹംപിയിലെ ഈ ഒരു വീഡിയോ ഇടുക എന്ന് വെച്ചാൽ ഇത് ഒരുപാടുണ്ട് നമുക്കിത് ഇടാൻ. അപ്പോൾ അത്രയും മണിക്കൂറോളം നീണ്ട വീഡിയോസാണ് ഓരോന്നും. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്ന നന്ദി വിഗ്രഹം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല എപ്പിസോഡുകളായിട്ട് ഇടുന്നത് അതിൻ്റെ ഒരു ദൈർഘ്യം കുറയ്ക്കാനും ആർക്കും അരോചകമായ രീതിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ വളരെ ചെറിയ രീതിയിൽ ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ ഇടുന്നത്, പല എപ്പിസോഡുകളായിട്ട് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.